എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കയ്പ്പയ്ക്ക മെഴുക്കുവരട്ടിയാണ്. സാധാരണ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ടാണ് ഈ കയ്പ്പയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. അതിനായി 2 വലിയ കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം കനം കുറച്ച് അരിയുക. നല്ലതുപോലെ കനം കുറയ്ക്കണം. എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറയ്ക്കണം. എന്നാൽ മാത്രമേ വിചാരിച്ചതുപോലെ കറി നല്ല രുചിയായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 7 8 പച്ചമുളക് എരിവില്ലാത്തത് ചേർക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും അതിൻ്റെ കൂടെ ചേർക്കുക. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 5 7 8 ചേർക്കുന്നത്. അല്ലെങ്കിൽ 2 3 പച്ചമുളക് മാക്സിമം മതിയാകും. ഇനി പച്ചമുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിനേക്കാൾ ഒരല്പം കൂടുതൽ ഉപ്പുപൊടി ചേർക്കുക. ആ പച്ചമുളകിൽ ഈ ഉപ്പും മുളകൊക്കെ നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ പച്ചമുളക് പോലും നമുക്ക് പിന്നീട് കഴിക്കാൻ പറ്റുന്നതാണ് കയ്പ്പയ്ക്കയുടെ കൂടെ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്പ്പയ്ക്ക ചേർക്കാവുന്നതാണ്. കയ്പ്പയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും മുളകൊക്കെ കയ്പ്പയ്ക്കയിൽ നല്ലോണം പിടിക്കണം. നമ്മളിതിൽ സവോള, ഉള്ളി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകും ഒരല്പം ചുവന്ന മുളകും. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാത്രം തുറന്ന് നോക്കിയാൽ കയ്പ്പയ്ക്ക ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി പാത്രം അടച്ചു വെക്കേണ്ടതില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെയാണ് കയ്പ്പയ്ക്ക വേവിച്ചെടുക്കേണ്ടത്. ഓരോ 5 മിനിറ്റ് കഴിയുന്തോറും കയ്പ്പയ്ക്ക ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം ഈ ബ്രൗൺ നിറം എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നത് വരെ വേണം. അതിൻ്റെ വെള്ള നനവ് പൂർണ്ണമായി മാറുന്നത് വരെ കയ്പ്പയ്ക്ക ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കുട്ടികൾ പോലും കഴിക്കും. കാരണം കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇതിൻ്റെ രുചി ഇഷ്ടമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.